എക്കാലത്തെയും മികച്ച ചിത്രങ്ങളൊന്നായ ചിത്രത്തിൻ്റെ സ്പൂഫുമായി ഞങ്ങൾ എത്തുന്നു. ഇത്തരത്തിൽ ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഈ ഇറങ്ങി വരുന്നത് മോഹൻലാലാണോ രഞ്ജിനിയാണോ സോമനാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം, വേറൊരു വഴിയിൽ. വിഷ്ണു, കല്യാണിക്കുട്ടി, നാളെ മൂക്കുകയറിടാൻ വിധിക്കപ്പെട്ടൊരു പ്രതിയാണ് ഞാൻ. മൂക്കുകയറോ? മൂക്കുകയറിടാൻ വിധിക്കപ്പെട്ട പ്രതിയാണ്. ആ എന്നോട് നീ ഇത്രയ്ക്ക് സ്നേഹം കാണിക്കരുത്. കാണിക്കും, ഇന്നും കൂടെ അല്ലേ കാണിക്കാൻ പറ്റും. വിഷ്ണു, നീ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്റെ ജീവിതം ഒന്ന് ആസ്വദിച്ചത്. അതിനു മുമ്പ് എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്ക് കാണുന്ന തന്നെ അങ്ങ് അറപ്പും വെറുപ്പും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എനിക്ക്. വിഷ്ണു, ഇപ്പൊ എനിക്ക് വിഷ്ണുവിനെ ഭയങ്കര ഇഷ്ടമാ. അതല്ലെങ്കിലും അങ്ങനെയാ കല്യാണിക്കുട്ടി. ആലിപ്പഴം പഴുക്കുമ്പോഴല്ലേ കാക്കയ്ക്ക് വായ്പുണ്ണ് വരും. വിഷ്ണു, എനിക്ക് വിഷ്ണുവിനെ മറക്കാൻ കഴിയില്ല വിഷ്ണു. മറക്കണം. നീ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങളാണ് എനിക്ക് കുറച്ച് നല്ല ഓർമ്മകൾ തന്നത്. അതുകൊണ്ട് എൻ്റെ കല്യാണിക്കുട്ടി കരയാൻ പാടില്ല. എൻ്റെ കല്യാണിക്കുട്ടി എനിക്കത് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ പോകാൻ നേരം ഇല്ലെങ്കിൽ എനിക്കത് ഭയങ്കര വിഷമമാണ്. എനിക്ക് കുത്തിക്കേറുന്ന വേദനയാണ് വിഷ്ണു. ഞാൻ പോകുന്നത് കല്യാണിക്ക് കുത്തി കയറുന്ന വേദന ഉണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, അതുകൊണ്ടല്ല, ഇതങ്ങെടുത്ത് കളയാവോ? വിഷ്ണു, നീ പോയാൽ എനിക്ക് ഒട്ടും സന്തോഷം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ സന്തോഷിക്കുന്ന ആട്ടും കുട്ടികളും മാത്രമായിരിക്കും. അതെന്തിനാ? നാളെ തൊട്ട് അവർക്ക് പഴങ്കഞ്ഞി വെള്ളമെങ്കിലും കിട്ടുമല്ലോ. പണ്ടേ ഈ പുല്ലിനൊക്കെ വല്ല മട്ടൻ ബിരിയാണിയും വെച്ചാൽ മതിയായിരുന്നു. ചുമ്മാ തീറ്റയും കൊടുത്ത് വളർത്തിയിട്ട്. വിഷ്ണു, കല്യാണിക്കുട്ടി, ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനോട് നീ പറയണം, നിന്റെ അച്ഛനാണ് ആകാശത്ത് നിൽക്കുന്ന നക്ഷത്രമാണ്. അയ്യോ, ആകാശത്ത് ഒരുപാട് നക്ഷത്രമില്ല, ഇതിൽ ഏത് കാണിച്ച് ഞാൻ പറയും? ഉള്ളതിൽ നല്ലത് നോക്കി പറഞ്ഞാൽ പിടിക്കുമ്പം നല്ല സൈസുള്ള നല്ല കാണാനുള്ള ഒരു സാധനത്തിനെ പിടിക്കണം. അല്ല കണ്ട വാൽ നക്ഷത്രമൊക്കെ പിടിച്ചു വെച്ചിട്ട് നിന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ചെറുക്കാൻ വിചാരിക്കും ഞാൻ വാലായിരുന്നു. അത് വേണ്ട, നല്ല സാധനം നോക്കി പിടിക്കണം. വിഷ്ണു, കല്യാണിക്കുട്ടി, നാളെ 5 മണിക്ക് എന്നെ തൂക്കിലേറ്റും. പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്താ? ഞാൻ ഒരു 8:30 ഉറക്കൊഴിക്കുമ്പോ. ചാവാൻ നേരത്തും വാട്സപ്പ് കോമഡി വിടുന്നില്ലല്ലോ. കല്യാണിക്കുട്ടി, തൂക്ക് കയറിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്ന സമയത്തും നീയുമായിട്ടുള്ള ഓർമ്മകൾ മാത്രമാണ് എനിക്ക് ബാക്കിയുള്ളത്. വിഷ്ണുവിന്റെ തൂക്കുകയർ എനിക്ക് ഇഷ്ടമല്ല, അത് കൊള്ളൂല്ല. അതെന്റെ കയ്യിലോട്ട് കിട്ടിയ ഞാൻ ഇങ്ങനെ അരിഞ്ഞ് വെട്ടി ഇങ്ങനെ പിച്ച് കീറി ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് കളയും. ഞാൻ ഇങ്ങനെ അങ്ങ് എന്താടി ഇത്? നിനക്ക് തന്നെ തോന്നണല്ലോ ഇത് ഇത്തിരി ഓവറാണ്. വിഷ്ണു, കല്യാണിക്കുട്ടി, വിഷ്ണു ഒന്ന് വന്നാ നമുക്കൊന്ന് പെരുക്കാം, ഒരു കച്ചേരി. യവന എന്തൊരു ചെയ്ത എന്റെ കൈമള് വിളിച്ച കേട്ടാ നാളെ രാവിലെ എന്നെ തൂക്കിക്കൊല്ലും. അതിന്റെ ടെൻഷനിൽ നിൽക്കണേ ഞാൻ. അതിന്റെ ഇടയിൽ അവന് സംഗീത കച്ചേരി ഉണ്ടാക്കാൻ പോണോ? നക്കയല്ല, ഞാൻ അങ്ങോട്ട് വന്നാ കൊത്തും. ഞാൻ വന്നാ മോങ്ങും നീ. വേണ്ട വിഷ്ണു, ഒരാളുടെ റൂമിലേക്ക് കയറി വരുമ്പോ ഒന്ന് ചോദിച്ചിട്ട് വരണ്ടേ സാർ? സോറി, മൈ മിസ്റ്റേക്ക്. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. മേ ഐ കമിങ്? അങ്ങനെ പറയല്ലേ, എനിക്ക് വരണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ല, ഞാൻ വരണം. വിഷ്ണു, വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയാണ് ഈ ഡാൽഡ. ഡാൽഡ എന്നല്ലല്ലോ, നീ എന്നല്ലേ? ഞാൻ നീ എന്ന് പറയണം. എന്നിട്ട് അത് നെയ്യ് എന്ന് കേട്ടിട്ട് ഒരു തമാശ. ആ തമാശ എനിക്ക് ഇഷ്ടമല്ല മോനെ. വിഷ്ണു, അങ്ങനെ ഒരു പ്രതിയായ നീ എവിടെ പോയാലും നിന്റെ പുറകെ എന്റെ കണ്ണുകൾ ഉണ്ടാകും. ആഗ്രഹമില്ലാത്തോണ്ടല്ല സാർ, പക്ഷെ അനുവാദമില്ലാത്തേക്ക് കണ്ണ് കുത്തിപ്പറിച്ചെടുത്തോണ്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ. കണ്ണ് പറിച്ചെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ വരുമെന്ന്. എന്നാ വരൂ സാർ. വിഷ്ണു, നമ്മളിത് എങ്ങോട്ടാ? എനിക്കെന്നാ ബാത്റൂമിൽ പോണം. ഞാൻ അങ്ങോട്ടില്ല, അവിടെ നീ സിംഗിൾ. പിന്നെ സിംഗിൾ അടിക്കാതെ തട്ടുകടയില്ലേ സിംഗിൾ ഡബിളൊക്കെ ചെന്ന് അടിക്കേ. സാർ എന്തോ പറഞ്ഞാലും വിഷ്ണുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല. വിഷ്ണുവിനെ ഞാൻ വിട്ടു തരില്ല. ഇത് കണ്ടോ നീ? സർവീസ് പിസ്റ്റൽ. ഞാൻ എവിടെ പോയാലും ഇത് ഞാൻ കൊണ്ടുപോകും. പക്ഷെ ഞാൻ പൊട്ടിക്കാറില്ല. അതെന്താ സാർ? വെടിവെച്ച കേട്ട് കഴിഞ്ഞാൽ ഞാൻ പെടുക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും സർവീസിലുള്ളവർക്ക് റിവോൾവർ കൊടുക്കുമ്പോൾ
എനിക്ക് ഈ റിവോൾവർ മാത്രമല്ല തരുന്നത്, എക്സൽ സൈസിലുള്ള ഒരു സ്നഗിയും തരാറുണ്ട്. സാർ എന്ത് പറഞ്ഞാലും വിഷ്ണു എനിക്ക് ജീവനാണ്. വിഷ്ണുവിന് എല്ലാവർക്കും ജീവനാണ്, വിഷ്ണുവിന് എനിക്കും ജീവനാണ്. വിഷ്ണുവിന് എനിക്ക് സ്നേഹമാണ് സാറേ. അത് തന്നെയാ പറഞ്ഞത്. വിഷ്ണുവിനെ എന്റെ അനിയനെ പോലെയാ ഞാൻ കാണുന്നത്, എന്റെ സ്വന്തം അനിയനെ പോലെ. അതിന് സാർ എന്തിനാ എന്റെ കഴുത്തി പിടിക്കുന്നത്? കുറച്ചു മുമ്പ് ആരാചാരനെ വിളിച്ചിരുന്നു, നിന്റെ കഴുത്തിന്റെ അളവെടുക്കാൻ പറഞ്ഞു. 1.5 ചാണ്. പിന്നെ വിഷ്ണു, ഞാനൊന്ന് ഫ്രഷ് അയച്ചും വരാം. ഒരു നഖം വെട്ടി കിട്ടുവോ? എന്റെ 4 വിരലിലും നഖം വെട്ടാനായിട്ടാ. സാറേ 5 വിരലല്ലേ? ഇല്ല, ഈ വിരലിൽ നഖം വളരെയല്ല. ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഈ നഖം വളരാനുള്ള സമയം ഞാൻ കൊടുക്കാറില്ല. പിന്നെ വിഷ്ണു, ഇന്ന്